നമസ്കാരം. വളാഞ്ചേരി അത്തിപ്പറ്റയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞെങ്കിലും പ്രഥമ ദൃഷ്ട്യാ ദുരൂഹത നിലനിൽക്കുകയാണ്. സംഭവം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ ടാങ്ക് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിയാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ വാട്ടർ ടാങ്കിലെ വെള്ളം കൃഷി ആവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. ടാങ്കിൽ ആമകളെയും വളർത്തിയിരുന്നു. ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും വർഷങ്ങളായി വിദേശത്താണ്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. യുവതിയുടെ ദേഹത്ത് ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളുമുണ്ട്. ബലപ്രയോഗം നടന്നതിന്റെ സൂചനകളുമില്ല. മൃതദേഹത്തിൽ മറ്റു പരിക്കുകളും പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയ വീട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയാണ് ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്. സംഭവം ആത്മഹത്യയാകാമെന്ന നിലയിലും അന്വേഷണം നടക്കുന്നുണ്ട്. രാവിലെ 10 മണിയോടെയാണ് ഫാത്തിമ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് വിവരം. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം ഉൾപ്പെടെ വ്യക്തമാകുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.